ഒരു 100 പേരെടുത്ത് ഒരു 10-15 പേരെങ്ങനെ ശത്രുക്കൾ കാണും. ഈ പുള്ളിയുടെ ആർക്കും ഒരു ശത്രുതയില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാനിവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ നാക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത നാക്കാണ് കേട്ടോ. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇടയ്ക്ക് പിഴയ്ക്കുന്നു. ഒട്ടും പിഴയ്ക്കത്തില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, സഹിച്ചിട്ട് നാക്കിടക്കിടക്ക് പിഴയ്ക്കും. അങ്ങനൊന്നുമല്ല. പിന്നെ ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുതിയൊരു സാധനം. നമ്മളങ്ങ് വല്ലാതെ ഭരിച്ച് ക്ഷീണിച്ചു പോയി കേട്ടോ. വല്ലാതെ നമ്മളങ്ങ് ഭരിച്ച് ക്ഷീണിച്ചു. അതുകൊണ്ട് നമ്മളൊന്ന് മാറി ഇനി അറിയാവുന്ന വേറെ ചില ആളുകൾ വരട്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളൊന്നും ക്ഷീണിച്ചിട്ടില്ല, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ക്ഷീണിച്ചെന്ന് പറയുന്നവരൊരു പുതിയ നെറേറ്റീവാണ്. അത് നമ്മൾ ബുദ്ധിപരമായി ശ്രദ്ധിച്ചോണം. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഉള്ള ആളുകൾ. അത് ഇങ്ങനൊരു വേദി ഞാനത് പറയുന്നില്ല. വല്ലാതെ ഇവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങ് ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കട്ടെ, ഞങ്ങളെ ഒന്ന് അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹം ചിലരൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് ചിലർ വീണിട്ടുമുണ്ട്. മനോരമയാണ്, ഓർത്തോണം, എന്തും പറഞ്ഞു കളയും. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ കാണിച്ചു. കാരണം ഈ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ അത് എഴുതുമല്ലോ. അപ്പം ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോകുന്നതല്ല അർത്ഥം. ഈ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല. ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. അപ്പം എന്നോട് ചെന്തയ്യൻ ഞാൻ പറഞ്ഞു 100 സീറ്റ് സെഞ്ചുറി, ഒരെണ്ണം കുറവുണ്ട്, അത് ഈ പ്രാവശ്യം അടിച്ചിരുന്നു. അന്ന് ഇപ്പം എതിർക്കുന്നവന്മാരൊക്കെ അന്ന് ജനിച്ചിട്ട് പോലുമില്ല. നിന്ന് അവന്മാർ മൂത്രം ഒഴിക്കുന്ന കാലമാണ്. ആ കാലത്ത് ഈ കേരളത്തെ പിറപ്പിച്ച ശിവകുട്ടി. പക്ഷെ നുണപ്രചരണങ്ങൾ ഭയങ്കരമാണ്. ഒരു മുഖ്യമന്ത്രി എന്തെല്ലാമാണ് കേരളത്തിൽ കേൾക്കുന്നത്. ഞാനതൊന്നും ഈ വേദിയിൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഏറ്റവും അടുത്തിടപെടുന്ന ഒരാളാണ് ഞാൻ. ഇത്ര സത്യസന്ധനായ ഒരു മനുഷ്യനുണ്ടോ? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞില്ല, ഒരാക്ഷേപം തെളിയിക്കാൻ കഴിഞ്ഞു. കേരള നിയമസഭയിലെ യുവ MLA-മാരിൽ ഒരു 3 പേരെ എടുത്താൽ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന MLA ആണ് നിങ്ങളുടെ MLA. ഒന്ന് ഞങ്ങളുടെ മാവേലിക്കര MLA ആണ്. ഏതാണ്ട് ഇവർ തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ വാചകമടിക്കുന്ന MLA-മാരൊന്നും ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള അംഗീകാരവും സ്വാധീനവും വളരെ കുറവാണ് എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു മികച്ച നിയമസഭാംഗമാണ് പ്രശാന്ത്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരം നഗരസഭയെ 5 വർഷം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരസഭയായി നയിച്ച മേയറാണ്. അപ്പം ഭരണ നൈപുണ്യം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ഒരു മികച്ച MLA ആകാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അത് വട്ടിയൂർക്കാവുകാരുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ MLA കിട്ടിയത്. അപ്പോൾ ആ മികച്ച MLA-യുടെ മണ്ഡലത്തിൽ വന്ന് അദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറയാതെ പോയാൽ അത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. വളരെ ശാന്തനാണ്, കാര്യങ്ങളൊക്കെ വളരെ പക്വതയോടെ പറയത്തുള്ളൂ. ഞാൻ എന്നെപ്പോലുള്ളവർക്കൊന്നും ആ പക്വത വളരെ കൂടുതലായതുകൊണ്ട് വ്യത്യസ്തനാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത്. ഇവിടെ വികസനത്തെപ്പറ്റി ആദ്യ ഭാഗം നമ്മൾ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ ഭാഗമാണത്. അതിൻ്റെ മുഴുവൻ പണവും ഇവിടെ വികസനത്തിന് വേണ്ടി വരുന്നുണ്ട്. കോർപ്പറേഷന് നല്ലപോലെ പണം വരും, അതിൻ്റെ നല്ലൊരു ഭാഗം വികസനത്തിൽ വരുന്നുണ്ട്. മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾ, ഭരണപരമായ സഹായങ്ങൾ വിവിധ വകുപ്പുകളുടെ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതാണ് 1673 കോടി രൂപ, 74 കോടി രൂപ ഈ കാലയളവിൽ, അത് 6 വർഷം ഈ മണ്ഡലത്തിൽ ഒരു MLA-ക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ടൗൺ, അതിൻ്റെ ഡെവലപ്മെന്റ്
ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ വസ്തുവൊക്കെ ഏറ്റെടുത്ത് കടകളൊക്കെ മാറ്റി. അപ്പം അതിൻ്റെ പണി ഇപ്പം ആരംഭിക്കാൻ പോവുകയാണ്. പ്രശാന്തിനെ എപ്പോൾ കണ്ടാലും വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ ഭൂമി ഏറ്റെടുക്കലും ഡെവലപ്മെന്റ്സുമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സ്വപ്നം. ഞാൻ വിക്രമണ്ണനോട് ചോദിച്ചുകൂടെ വന്നപ്പോൾ ഈ സ്ഥലം ട്രിഡേയുടെ എന്ന് പറഞ്ഞപ്പോൾ എത്രയായി? 69 കോടി. വളരെ ചുമ്മാ പറയുക, 69 കോടി. ചായ കുടിക്കുന്ന പോലെ. 2.25 ഏക്കർ സ്ഥലം ഇവിടെ ട്രിഡേ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ഭൂമി വാങ്ങി മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുക. അതാണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ നേട്ടം. അതാണ് ഈ പക്ഷം ഏതാന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ചിലരൊക്കെ ഇപ്പൊ ഇടതുപക്ഷം പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആ പക്ഷമല്ല ഇത്, ഒറിജിനൽ സാധനമാണ്. എന്ന് വെച്ചാൽ ഒരാളും വഴിയാധാരാകുന്നില്ല. മൊത്തം ആളിനെയും 69 കോടി രൂപ കൊടുത്ത് ഈ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥലം വാങ്ങി പുനരധിവസിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വർക്കാണ് നടക്കുന്നത്. എല്ലാവരും സനാതനാണ്, ആരും അനാഥരല്ല. എത്ര കോടി? 89 കോടിയാ കൂടി. അപ്പം അതാണ് നമ്മുടെ ഒരു പദ്ധതിയുടെ പ്ലാൻ. അതൊരു മികച്ച സംഘാടകരെ കൊണ്ട് നടക്കത്തുള്ളൂ. അല്ലാതെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന പൊക്കോ, എവിടെയെങ്കിലും വഴിയാധാരമായി പൊക്കോ, അല്ലെ ഉള്ള കാശ് മേടിച്ച് പൊക്കോ എന്നല്ല പറയുന്നത്. മറ്റൊരു ജനപ്രതിനിധിക്ക് തോന്നാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങളുടെ ജനപ്രതിനിധിയുടെ ചിന്തയിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെടുന്ന സ്ഥലത്തിന് പണം കൊടുക്കുകയും പുനരധിവാസത്തിനുള്ള സംവിധാനം ഉറപ്പുവരുത്തി അവരുടെ ജീവിതം അതേപോലെ നിലനിർത്താൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് വട്ടിയൂർക്കാവായിരിക്കും. ഞാൻ നോക്കി 1193 കോടിയാണ് ക്യൂബി മേടിച്ചത്. ഞാനെന്തായാലും ഇത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അവിടെ നമുക്ക് ചോദിക്കണമല്ലോ. നമ്മളെയും MLA ആയിട്ട് ജയിപ്പിച്ചു വിട്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഇതിപ്പോ പുള്ളി അറിഞ്ഞില്ല ഞാനിത് അടിച്ചോട്ട് പോകുന്നത്, അത് മാറ്റി വെച്ചേനെ. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ സത്യം പറയാം, എനിക്ക് ഇത്രയും പൈസ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. പകുതി കിട്ടി കാണാം, പകുതിയില്ല. എൻ്റെ മണ്ഡലം ഭയങ്കര മണ്ഡലമാണെന്നാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്. അപ്പൊ ഇതെന്തൊരു ഭയങ്കരമായിരിക്കും. അപ്പൊ അത്രയും പൈസ കിഫ്ബിയിൽ നിന്ന് 1200 കോടി രൂപ ഈ മണ്ഡലത്തിന്റെ വിവിധങ്ങളായ പദ്ധതിക്ക് വേണ്ടി ഇവിടെ എത്തിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 25 വർഷം ഈ മണ്ഡലത്തിൽ മുടക്കിയതിനേക്കാൾ കൂടുതൽ തുക നിങ്ങളുടെ MLA പ്രശാന്ത് 6 വർഷം കൊണ്ട് വെള്ളത്തിലുണ്ടാവും. ഞാൻ ഉറപ്പിച്ചു, അത് ഗ്യാരണ്ടിയാണ്. എന്റെ കണക്ക് പുസ്തകമൊന്നുമില്ല, പക്ഷെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഉണ്ട്. അപ്പോൾ വികസനത്തിൽ വട്ടിയൂർക്കാവ് വളരെ മുന്നിൽ പോയി. കേരളം മൊത്തം മാറുകയാണ്, വലിയ മാറ്റമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ഭരണപരമായ നൈപുണ്യം അത് നേടിയെടുത്ത് അതിന്റെ ഫലമായ മാറ്റങ്ങൾ വരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം, അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രശാന്ത്. എനിക്ക് ഈ പ്രശാന്തിനെ പുകഴ്ത്തിയിട്ട് ഒന്നും സാധിക്കാനില്ല. ഞാൻ ഈ ജില്ലക്കാരൻ പോലുമല്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വോട്ട് പോലും കിട്ടത്തില്ല. അത് മാതൃകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരാൾക്ക് പോലും പരാതി പറയാൻ ഇടവരാത്ത തരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ പറയുന്നു, എല്ലാവർക്കും സ്വീകാരനായ അപൂർവ MLA-മാരൊരു MLA ആണ് പ്രശാന്ത്. ഞങ്ങളൊന്നും ആ കാറ്റഗറിയിലൊന്നും വരുന്നില്ല. അത്രയും വലിയ സ്വീകാര്യമൊന്നുമല്ല. ഒരു 100 പേരെടുത്ത് ഒരു 10-15 പേരെങ്ങനെ ശത്രുക്കൾ കാണും. ഈ പുള്ളിയുടെ ആർക്കും ഒരു ശത്രുതയില്ല. അതിന്റെ സയൻസ് എന്താണെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാനിരിക്കുകയാണ്. ഈ വട്ടിയൂർക്കാവിൽ എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. എല്ലാം കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാന്നല്ല ഈ പറയുന്നത് കേട്ടോ. എല്ലാം കോൺഗ്രസ്സാണ്. എനിക്ക് കുറേ ബന്ധുക്കളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താമസിക്കുന്നുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ അവരോടൊക്കെ തമാശ ചോദിക്കും, ഓ ഞങ്ങളുടെ ഒരു കൊച്ചൻ എങ്ങനെ ഉണ്ടോന്ന് ചോദിക്കും. 7 നാക്കാം. അപ്പൊ ഈ എടുത്ത സമയത്ത് പത്രത്തിൽ ഒരു വാർത്ത വന്നു, ഇവിടെ ഈ വോട്ടം കാണ്ട് ഏതാണ്ട് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കണ്ടു. പുള്ളിക്കല്ല, ഏതോ കോർപ്പറേഷനുമായിട്ട് കണ്ട് വോട്ടം കുറഞ്ഞെന്നും പറഞ്ഞു. അപ്പൊ എന്നോട് പത്രക്കാരാണോ ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 140 മണ്ഡലത്തിൽ ആദ്യം ജയിക്കാൻ പോകുന്ന മണ്ഡലം വട്ടിയൂർക്കാവായിരിക്കും എന്ന് സംശയമില്ല.
അതിന്റെ കാര്യം എന്താണെന്നറിയോ? എന്റെ ബന്ധുക്കൾ മുടിഞ്ഞ കോൺഗ്രസ്സുകാർ, അവരെല്ലാം ഈ പുള്ളിക്ക് വോട്ട് ചെയ്തു. അവരെനിക്ക് വോട്ട് ചെയ്യാത്ത പള്ളിയോടം താമസിക്കുന്നുണ്ട്. 2006 എനിക്ക് വോട്ട് ചെയ്യാത്ത പലരും ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പൊ അരുവാളല്ല കുത്തുന്നത്. പുള്ളി അതൊക്കെ എങ്ങനെ പിടിച്ചെന്ന് എനിക്കറിയില്ല. അവരെയൊക്കെ പോയി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ പക്ഷെ കൈപ്പത്തി കണ്ടായിരുന്ന ഒരു കുത്തത്തില്ല, അവർ മറ്റൊന്നും കൂട്ടത്തില്ല, പ്രശാന്തിനെ കണ്ട കുത്തും. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാനിവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ നാക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത നാക്കാണ് കേട്ടോ. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇടയ്ക്ക് പിഴയ്ക്കൊന്നും. ഒട്ടും പിഴയ്ക്കത്തില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, സഹിച്ചിട്ട് തന്നെ നാക്കിടക്കിടക്ക് പിഴയ്ക്കും. അങ്ങനൊന്നുമല്ല, അത് കൊള്ളേണ്ടിടത്തൊക്കെ നല്ലതുപോലെ കൊള്ളുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിഴയ്ക്കുമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, എൻ്റെ നാക്ക് കറക്റ്റ് നാക്കായിരിക്കും. ഈ കേരളത്തിൽ മികച്ച ഭൂരിപക്ഷം വരുന്ന 10 MLA മാരിലൊരു MLA ആയിരിക്കും പ്രശാന്ത്. എനിക്ക് എതിരാളി ഒന്നും അറിയില്ല, ആരാണെങ്കിലും ഏത് എതിരാളി വെള്ളം വന്നോട്ടെ. ചില പേരൊക്കെ കേൾക്കുന്നുണ്ട്, ആ പേരൊക്കെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു. അതൊക്കെ വന്നാൽ ഭൂരിപക്ഷം കൂടത്തേ ഉള്ളൂ, ഒട്ടും കുറയത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, ഭരണപരമായ നൈപുണ്യം, മികച്ച നിയമസഭാ സാമാജിക നിലയിലുള്ള പ്രവർത്തനം, വികസന രംഗത്തുള്ള കാഴ്ചപ്പാട്, ഒരു വിഷൻ. എനിക്ക് അടുത്ത കാര്യം നിങ്ങളോട് പറയാനുള്ളത്, 2031 വിഷൻ നമ്മൾ തയ്യാറാക്കുകയാണ്. 31 അല്ല കേട്ടോ, ചിലരൊക്കെ പറയുന്നത് ഇപ്പോൾ 31 കൊണ്ട് അവസാനിക്കില്ല. പിന്നെ ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുതിയൊരു സാധനം. നമ്മളങ്ങ് വല്ലാതെ ഭരിച്ച് ക്ഷീണിച്ചു പോയി കേട്ടോ, വല്ലാതെ നമ്മളങ്ങ് ഭരിച്ച് ക്ഷീണിച്ചു. അതുകൊണ്ട് നമ്മളൊന്ന് മാറി, ഇനി അറിയാവുന്ന വേറെ ചില ആളുകൾ വരട്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളൊന്നും ക്ഷീണിച്ചിട്ടില്ല, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ക്ഷീണിച്ചെന്ന് പറയുന്നവരൊരു പുതിയ നെറേറ്റീവാണ്. അത് നമ്മൾ ബുദ്ധിപരമായി ശ്രദ്ധിച്ചോണം. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഉള്ള ആളുകൾ. അത് ഇങ്ങനൊരു വേദി ഞാനത് പറയുന്നില്ല. വല്ലാതെ ഇവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങ് ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കട്ടെ, ഞങ്ങളെ ഒന്ന് അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹം ചിലരൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്, അത് ചിലർ വീണിട്ടുമുണ്ട്. അപ്പൊ അപ്പുറത്ത് കൊള്ളാം എന്ന് വിചാരിച്ചൊക്കെ ചിലർ കാലും കയ്യും ഒക്കെ അനങ്ങുന്നുണ്ട്. അനക്കിയാലൊന്നും പ്രശ്നമൊന്നുമില്ല, അത് അവരുടെ കാര്യം. പക്ഷേ 2031 എന്നൊരു വർഷം വട്ടിയൂർക്കാവുകാർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ MLA പ്രശാന്തായി അടുത്ത 5 വർഷം നിയമസഭയിലുണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കും കേട്ടോ, അത് സംശയമൊന്നും വേണ്ട, ഉറപ്പാണ്. ഈ കേരളത്തിലെ ഇപ്പം ഞാൻ പറയുന്ന നമ്പർ 1 മണ്ഡലമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ പറയുന്നു, 2031 5 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ നമ്പർ 1 മണ്ഡലങ്ങൾ 10 എടുത്താൽ അതിൽ നമ്പർ 1 ആയിരിക്കും വട്ടിയൂർക്കാവ്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം, അതനുസരിച്ച് ഞങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ പോയപ്പോൾ മനോരമ ഓർത്തോണം, എന്തും പറഞ്ഞു കളയും. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെയാന്ന് ചോദിച്ചു, ഞാൻ ഇങ്ങനെ കാണിച്ചു. കാരണം ഈ വാതുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ അത് എഴുതുമല്ലോ. അപ്പൊ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോകുന്നതല്ല അർത്ഥം. ഈ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല, ഇങ്ങനെ കാണിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. അപ്പൊ എന്നോട് എന്താ ഞാൻ പറഞ്ഞു 100 സീറ്റ് സെഞ്ചുറി, ഒരെണ്ണം കുറവുണ്ട്, അത് ഈ പ്രാവശ്യം അടിച്ചിരുന്നു. എന്താ കേരളത്തിൽ നടക്കുന്നത്? നടക്കില്ല എന്ന് വിചാരിച്ച് എല്ലാ സ്വപ്നപദ്ധതികളും നടക്കല്ലേ? എന്താണ് ഈ ഗവൺമെന്റിന്റെ ദൗർബല്യം? ഒരു ദൗർബല്യം ഇല്ല. മികച്ച ഭരണം, 24/7 24 മണിക്കൂറും പ്രവർത്തനം. നാഷണൽ ഹൈവേ ഇങ്ങോട്ട് തീർന്നു വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നാഷണൽ ഹൈവേ അതിന്റെ ഓഫീസ് അടച്ചു പോയതല്ലേ? അവർക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ വന്ന് കിടക്കാനുള്ള കട്ടിലും മുറിയെല്ലാം സജ്ജീകരിച്ച് ആഫീസും കൊടുത്ത് പറഞ്ഞു, ഇവിടെ കളിയന്മാർ പോകരുത്, ഭൂമി എടുക്കാനുള്ള കാശ് തരാം, 10,000-6,000 കോടി രൂപയും കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് നാഷണൽ ഹൈവേ വരികയാണ്. എന്താണ് ഈ ഗവൺമെന്റ് പങ്കെന്ന ചില മഹാന്മാരിപ്പോ ചോദിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ പങ്ക് എന്താണെന്നുള്ളത് ഈ നാഷണൽ ഹൈവേ പൂർത്തീകരിക്കുമ്പോൾ മനസ്സിലാകും. ലോകോത്തര നിലവാരമുള്ള റോഡായി കേരളത്തിലെ നാഷണൽ ഹൈവേ പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഈ ഗവൺമെന്റിന് മാത്രമാണെന്ന് അഭിമാനത്തോടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഭൂമി ഏറ്റെടുക്കാൻ കാശ് കൊടുത്തില്ലേ ഇത് വരുമോ? പണമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ ഇത് വരുമോ? അതൊക്കെ അതിലെ പലരും പറഞ്ഞ് പണമില്ലെന്നല്ലേ പറഞ്ഞു. ഞങ്ങൾ പണം കൊടുത്തു,
സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. പണമുള്ളത് കൊണ്ടും ഭൂമി ഏറ്റെടുക്കാൻ പറ്റും. ഒരുപാട് നടപടിക്രമമാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ഭൂമി എടുത്ത് എത്ര വർഷമായി കാണും? 4 വർഷം. ഇത് സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. നടപടിക്രമങ്ങൾ സ്പീഡിലാക്കി. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. ദേശീയ ജലപാത യാഥാർത്ഥ്യമാകുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 10 ഒരു 8 വർഷം നിങ്ങൾ പവർ കട്ട് ലോഡ് ഷെഡിങ് കണ്ടിട്ടുണ്ടോ? ഇന്ന് കറണ്ട് പോകുന്നില്ലല്ലോ. എവിടെയെങ്കിലും വല്ല പോസ്റ്റ് വല്ലതും മാറ്റാനുണ്ടെങ്കിൽ നേരത്തെ അറിയിച്ചിട്ട് 1 മണിക്കൂറോ അരമണിക്കൂറോ കറണ്ട് പോകും. വൈദ്യുതി പോകുന്നില്ല. ഇപ്പം നമ്മൾ ഇനി ഓഫ് ചെയ്താലും പോകത്തില്ല. അതുപോലുള്ള വൈദ്യുതിയായി കേരളത്തിൽ. അങ്ങ് നിന്ന് കത്തുകല്ലയോ. ഈ വൈദ്യുതി ഇവിടെ എന്താ ഇല്ലാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈദ്യുതി ഇല്ലാത്തത്, ഈ വൈദ്യുതി ഇങ്ങോട്ട് വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നാൽ ഇവിടെ ഷോക്ക് അടിക്കും, ഷോക്ക് അടിച്ച ആൾ ചത്തു, അതുകൊണ്ട് വൈദ്യുതി ഇങ്ങോട്ട് വരുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളൊരൊറ്റ ലൈൻ അങ്ങിട്ടു. അവിടെ പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടെ നിലപാട് സ്വീകരിച്ചങ്ങ് പണിതു. 8 വർഷമായി ഈ രാജ്യത്ത് പവർ കട്ടിൽ ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സ്റ്റേറ്റായി കേരളത്തെ മാറ്റി എന്നതാണ് ഞങ്ങളുടെ നേട്ടം. ചെറിയ കാര്യമൊന്നുമല്ല. റോഡുകളുടെ വികസനം. ഈ വട്ടിയൂർക്കാവിലെ PW റോഡ് ഏതെങ്കിലും മോശമുണ്ട്? എല്ലാ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് BM&BC. ഗ്രാമീണ റോഡുകൾ, പാലങ്ങള്, ഫിഷറീസ് മേഖലയിൽ, കൾച്ചറൽ രംഗത്ത്, ടൂറിസം രംഗത്ത്, വ്യവസായ രംഗത്ത് നമ്മുടെ അണ്ണന്റെ വിദ്യാഭ്യാസം. എൻ്റെ ജ്യേഷ്ഠ സഹോദരന വി ശിവൻകുട്ടിയെ പറ്റി വലിയ ഇവർക്കറിയാവും ആരാണ്. ഞാൻ വിദ്യാർത്ഥി രംഗത്ത് അദ്ദേഹത്തിന്റെ ജൂനിയറായി പ്രവർത്തിക്കുമ്പോൾ കേരളത്തെ വിറപ്പിച്ചവനാണ് ഈ വി ശിവൻകുട്ടി. അറിയാമോ? അന്ന് ഇപ്പഴെ എതിർക്കുന്നവന്മാരൊക്കെ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. നിന്ന് അമ്മമാർ മൂത്രമൊഴിക്കുന്ന കാലമാണ്. ആ കാലത്ത് ഈ കേരളത്തെ വിറപ്പിച്ചവനാണ് ശിവൻകുട്ടി. നിങ്ങൾ നോക്ക്. പാഠപുസ്തകം 3 മാസം മുമ്പ് കൊടുത്തെന്ന്. അപ്പോൾ ചില മഹാന്മാർ പറയുന്നത് പരീക്ഷ ജയിച്ചോന്ന്. ഒറ്റ മറുപടിയുള്ളൂ, കേരളത്തിൽ ഒറ്റയാൾ തോക്കത്തില്ല, തോക്കാൻ അനുവദിക്കത്തില്ല, അതുകൊണ്ടാണ് മൊത്തം പാഠപുസ്തകം കൊടുത്തത്. പ്രശ്നം തീർന്നല്ലോ. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ മാനം മര്യാദയ്ക്ക് 3 മാസക്കാലം മുമ്പേ 5 വർഷമായി പാഠപുസ്തകം കൊടുത്ത്, യൂണിഫോം കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത്, സ്കൂളെല്ലാം നല്ല കെട്ടിടം പണിത് 10-11 ലക്ഷം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇപ്പൊ പറയാണ് വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്തു ശിവൻകുട്ടി, എന്താ ചെയ്തത്, ശിവൻകുട്ടിയെ കൊള്ളാമോ, സൗന്ദര്യമുണ്ടോ, ഇതൊക്കെയാ ചോദിക്കുന്നത്. ഇത്ര മോശമായിട്ടാ ആ മനുഷ്യനെ പറ്റി പറഞ്ഞത്. ഇതെല്ലാം ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അണ്ണന്റെ പേര് നമുക്കൊരു 10% വോട്ട് കേരളത്തിൽ ഇപ്പൊ കിട്ടും. ആ നിലയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അണ്ണന്റെ ഫോട്ടോ വെച്ച് പ്രശാന്ത് വീട്ടിൽ വെച്ച് ഉറപ്പായിട്ട് വോട്ടാ. ആ പാവത്തിനെയൊക്കെ ചീത്ത വിളിച്ച് ആരാ കുത്താത്തത്? സകലാളും കുത്തും. ആ വിദ്യാഭ്യാസം മാറ്റമില്ലേ, ഈ ആരോഗ്യരംഗത്ത് മാറ്റം എന്താണ്? നമ്മൾ മാറിയില്ലേ? 30,000 കോടി രൂപ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, 30,000 കോടി രൂപ ഒരു വർഷം കേരളത്തിന്റെ ബഡ്ജറ്റ് 2016 മുമ്പ്. ആകെ കേരളത്തിലെ ഡെവലപ്മെന്റ്സ് 2016 മുമ്പ് 30,000 കോടി രൂപ. 16 മുതൽ തുടങ്ങി 30, 40, 50, 60, 70, 80, 1, 1.25, 1.5. ഈ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് എത്രയെന്നറിയാവോ? 30,000 കോടിയിൽ നിന്ന് 10 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം കോടി. ഈ 2031 വിഷൻ ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ഈ ബഡ്ജറ്റ് നടപ്പാക്കുകയും കിഫ്ബിയുടെ 1,10,000 കോടിയുടെ നടപ്പാക്കാനുള്ള 70,000 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ 3 ലക്ഷം കോടി രൂപയുടെ വികസനം അടുത്ത 5 വർഷം ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തെ നമ്പർ 1 മണ്ഡലമായിട്ട് മണ്ഡലം മാറും. 3 ലക്ഷം കോടിയൊക്കെ യുവരാരേലും കണ്ട തല കറങ്ങി താഴെ വീഴും. ഉറപ്പല്ലേ? 3 ലക്ഷം കോടി എന്നൊക്കെ ഇപ്പൊ ചോദിക്കുന്നു. ഇത് ഉണ്ടായി കേരളത്തിൽ. പൈസ തരേണ്ടവർ തന്നില്ല, പക്ഷെ ഇവിടെ ഉണ്ടായി. ഒരുപാട് പ്രയാസപ്പെടുത്തി, ഓരോ വകുപ്പും പ്രയാസപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അതിനെ അതിജീവിച്ചു. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കൈ അയച്ച് സഹായിച്ചു. ഈ സംസ്ഥാനത്ത് പ്രതിസന്ധികൾ അവർ കൂടെ നിന്നു. 2017 പ്രളയം സഹായം കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങൾ സഹായിച്ചു, അതിജീവിച്ചു. കോവിഡ് വന്നു, ജനങ്ങൾ സഹായിച്ചു, അതിജീവിച്ചു. ഇപ്പോൾ വയനാട് ദുരന്തം വന്നു, ഒരു സഹായം ചെയ്തില്ല, ജനങ്ങൾ സഹായിച്ചു, അതിജീവിക്കും. എല്ലാം കൊടുത്തില്ല, എല്ലാം വർദ്ധിപ്പിച്ച് കുടിശ്ശികൾ തീർത്ത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയും ചേർത്ത് പിടിച്ച ഒരു കാലമുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഒരു സമരം ഈ തീരദേശത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞോ?
ആരും ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. 22,000 വീടാണ് കൊടുത്തത്. 5 ലക്ഷം വീട്ടിൽ 22,000 വീടാണ് കൊടുത്തത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നുണപ്രചരണങ്ങൾ ഭയങ്കരമാണ്. ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ പ്രശാന്ത് ഉൾപ്പെടെ നുണപ്രചരണങ്ങൾക്ക് വിധേയരാകുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതിനെ നേരെ വളച്ചൊടിക്കും. അസാമാന്യമായ ധൈര്യമുള്ളവർക്ക് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ പറയുന്നതിനെ വളച്ചൊടിച്ച് വികൃതമാക്കി നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയും. ഒരു മുഖ്യമന്ത്രി എന്തെല്ലാമാണ് കേരളത്തിൽ കേൾക്കുന്നത്. ഞാനതൊന്നും ഈ വേദിയിൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഏറ്റവും അടുത്തിടപെടുന്ന ഒരാളാണ് ഞാൻ. ഇത്ര സത്യസന്ധനായ ഒരു മനുഷ്യനുണ്ടോ? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞില്ലേ ഒരാക്ഷേപം തെളിയിക്കാൻ കഴിഞ്ഞു. എന്തെല്ലാം പറയുന്നത്? ശബരിമല പുള്ളി കട്ടനെടുത്തോണ്ട് പോകുന്നു. അവിടെ വണ്ടിയിൽ ചെന്നപ്പോൾ ഒരു കട്ടൻ അവിടെ കിടക്കുന്നു, പുള്ളി എടുത്തോണ്ട് ഈ പോകുന്ന പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ശബരിമല കട്ടനാ പുള്ളി കിടക്കുന്നത്. ഒരു കാര്യം പറയുന്ന ഒരാളെ ആക്ഷേപിക്കുന്നത് മര്യാദ വേണ്ടേ? എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന് ക്യാബിനറ്റ് 21 പേരുണ്ട്. ഞങ്ങൾ ഒരാളെ പറ്റി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പറ. ഞാനോട് നിൽപ്പുണ്ടോ? വല്ലോണ്ടോ കയറി പറ. ഒരാക്ഷേപം പറ. ആരുടെയും പോക്കറ്റ് 20 രൂപ മേടിച്ചോ? ഏതെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു കൊടുത്തോ? ഇപ്പൊ മികച്ച ഭരണാധികാരിയായി കേരളത്തെ നയിക്കുകയാണ്. ആ സ്ഥാനത്ത് ആര് വരുമെന്നായി പറയുന്നത്? അതുകൊണ്ടാണ് കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത്. ഈ കേരളത്തിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം, ഈ വട്ടിക്കുകാവിൽ ഈ പ്രവർത്തനമൊക്കെ നടക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യം കൊണ്ടാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങ് വ്യക്തിഹത്യ നടത്തി തകർത്ത് കളയണം എന്നാണ് പലരും ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിന് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലാക്കുന്നില്ലെങ്കിൽ വലിയൊരു അപകടമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 10 വർഷം മനസമാധാനത്തോടെ ജീവിച്ച ഈ സ്റ്റേറ്റിൽ ആ മനസമാധാനം നഷ്ടപ്പെടും. അതിൻ്റെ ചില ചിന്തകൾ പലയിടത്തായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. മാളത്തിലിരുന്ന പലരും ഇപ്പോൾ ചെറുതായിട്ട് മാളത്തിൽ നിന്ന് തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേണ്ടപ്പെട്ടവർ വരുന്നു എന്നൊരു തോന്നൽ പ്രചരണത്തിൽ കൊടുക്കുമ്പോൾ കൊള്ളാം വരട്ടെ, കൊള്ളാം വരട്ടെ, അപ്പോൾ തല ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് മനസ്സിലായിക്കോണം. അത് വന്നാൽ മനസമാധാനത്തോടെ ജീവിക്കുന്ന കേരളത്തിന്റെ മനസമാധാനം നഷ്ടപ്പെടും. എഴുതി വെച്ചു. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പോ വെറുമൊരു രാഷ്ട്രീയ മത്സരമല്ല. ഭാവി കേരളത്തിന്റെ തുടർ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തന പന്ഥാവിൽ കേരളത്തെ മാതൃകാപരമായി നയിക്കാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന കാര്യം ഓർത്തോണം. അതിനെന്തെങ്കിലും ഇടർച്ചയോ തളർച്ചയോ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, കേരളം തന്നെ ഇല്ലാതാകും. എഴുതി വെച്ചു. അത്രമാത്രം ആത്മാർത്ഥമായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടീം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശാന്തിനെ പോലുള്ള സമർത്ഥര MLA-മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരം നിങ്ങൾ വീണ്ടും കൊടുക്കണം. ഈ വട്ടിയൂർക്കാവ് ഫെസ്റ്റ് 3 വർഷമായി നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കേരളത്തിൽ ഒരു MLA ഇറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇവിടെ എത്ര MLA-മാർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്? മനസ്സിൽ പോലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പേജ് പോലും അടിക്കാൻ പറ്റത്തില്ല. ഈ പേജെല്ലാം കൂടെ കണ്ട് ഞാൻ കണ്ടു തള്ളിയിരിക്കുക. ഇയാൾ എങ്ങനെ ഈ പദ്ധതിയെല്ലാം കൊണ്ടുവന്നത് ഞാൻ ആലോചിക്കുക. ഞാനിപ്പോൾ കൊണ്ടുപോവാ. അവിടെ കൊണ്ട് എങ്ങനെ വേണം അടിച്ചിറക്കണം. ഞാൻ എൻ്റെ മണ്ണിലൊന്നും അടിച്ചിട്ട് ഇത് അടിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയൊന്നും എഴുതാനില്ല. ഇത് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇത് നോക്കട്ടെ. ഫോട്ടോ ഒക്കെ മാറ്റി നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് കൊള്ളത്തൊക്കെ എഴുതാം. ഒരു MLA ഇത്രയും ധൈര്യമായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അടിക്കുന്നെങ്കിൽ 140 മണ്ഡലങ്ങളിൽ ഞാൻ പറയുന്നു ഈ വട്ടിയൂർക്കാവ് MLA-ക്ക് അത് കഴിയത്തുള്ളൂ. അത് നേട്ടമാണ്, നിങ്ങളുടെ MLA-യുടെ നേട്ടം. ഒരാൾക്ക് ചെയ്യാതെ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ? ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു പ്രകടന പത്രിക MLA അടിച്ചു തന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ MLA പറയുന്നു അങ്ങനെ പലതും അടിച്ചിട്ടുണ്ട്, അതിനിപ്പോ എന്താ ചെയ്യാനാ എന്നാണ് പല MLA-മാരും പറയുന്നത്. ഇത് അങ്ങനെയല്ല പറയുന്നത്. 5 വർഷം മുമ്പ് അടിച്ചു തന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം 1, 2, 3 നടപ്പാക്കി, 4, 5 നടന്നുകൊണ്ടിരിക്കുന്നു, 5, 6 നടന്നില്ല. ഇങ്ങനെ പറയുന്ന ഒരു MLA-ആണ് കേരളത്തിലെ ഏറ്റവും ധീരനായ, അഭിമാനബോധത്തോടെ ഞാൻ പറയുന്നു, VK പ്രശാന്ത്. അതുകൊണ്ട് തുടരട്ടെ. അടുത്ത പ്രാവശ്യം ഞാനൊക്കെ ചിലപ്പോൾ ജയിച്ചു വരുമായിരിക്കാം, നോക്കാം മത്സരിച്ചാൽ. അപ്പൊ ഈ പെൻഷൻ വിളിക്കണം കേട്ടോ. താനിവിടെ എന്തായാലും MLA ആവുന്നുള്ള എനിക്ക് ഉറപ്പാണ്.
ഞങ്ങൾക്കത് സീറ്റിന്റെ കാര്യം സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ 2 ടേം ആയല്ലോ, അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും പ്രശാന്ത് എന്തായാലും 1 ടേമേ ആയുള്ളൂ. അപ്പോൾ വീണ്ടും മത്സരിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മത്സരിച്ചാൽ റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ചു വരും. ഇനി ഞാൻ MLA മന്ത്രിയൊന്നും ആയില്ലെങ്കിലും എന്നെ ഈ വട്ടിയൂർക്കാവിന്റെ 2026 കഴിയുന്ന വട്ടിയൂർക്കാവ് ഫെസ്റ്റിൽ എന്നെ വിളിച്ചിരിക്കണം. വിളിച്ചില്ലെങ്കിൽ ഞാനിവിടെ വരും ഉറപ്പായിട്ടും. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ ഫെസ്റ്റ് വൻ വിജയമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വികസനോത്സവം എന്ന് പറഞ്ഞാൽ വികസന നായകൻ നടപ്പാക്കിയ വികസനത്തിന്റെ ഉത്സവമാണ്. ജനങ്ങളെല്ലാം കൂടുകയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത്ര സാമർഥ്യത്തോടൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ, കലാപരിപാടികളും നമ്മുടെ ആളുകൾക്കെല്ലാം മാനസികമായി ഉള്ള പ്രയാസങ്ങൾക്ക് നടുവിൽ സന്തോഷത്തിൻ്റെതായ ദിനങ്ങൾ സംഭാവന ചെയ്യുക. ഒരു 4-5 ദിവസം പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം ഒരുമിക്കുക. നമ്മളെല്ലാം ഒന്നാണെന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് ഒന്നാണെന്ന് നമ്മളങ്ങ് ഹൃദയത്തിൽ സ്ഥാപിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമോള് 10 മാസമേ ഉള്ളായിരുന്നു പ്രായം. ഞങ്ങളൊക്കെ പോയി. ആ കുഞ്ഞുമോളൊരു ആക്സിഡന്റിൽ മരിച്ചു, ബ്രെയിൻ ഡെത്ത്. എൻ്റെ മാതാപിതാക്കള് ആ കുഞ്ഞിന്റെ അവയവം 5 കുരുന്നുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആശുപത്രിയൊക്കെ നേരെ ആയതുകൊണ്ട് 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് ഈ റോഡ് നല്ലതായതുകൊണ്ട് ഓടി തിരുവനന്തപുരത്തെത്തി എല്ലാ സംവിധാനങ്ങളും വഴി 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകി. ഞാൻ അന്നേരം അവിടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇതെല്ലാം ഇറങ്ങി വന്ന് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ ജാതി വിഭാഗങ്ങളാണ്, ഉപജാതികളാണ്. പക്ഷെ ഈ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിന്റെ 5 അവയവങ്ങൾ പിടിപ്പിച്ച 5 പേരുടെ ജാതി ഏതാന്ന് ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ മനസ്സിലായോ? ചിലപ്പോൾ അത് മുസ്ലിമിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തായിരിക്കാം, ഹിന്ദുവിന്റെ ആയിരിക്കാം, ക്രിസ്ത്യാനിയുടെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, 5 അവയവം പിടിപ്പിച്ച 5 മതത്തിൽപ്പെട്ട 5 കുഞ്ഞുങ്ങൾക്കും ആ അവയവം ചേർന്നു, അവർ പുനർജീവനത്തിലേക്ക് എത്തി എന്നതാണ് എന്നെ സന്തോഷിപ്പിച്ച കാര്യം. അങ്ങനെ ആയിരിക്കണം. ഒരമ്മ പെറ്റ മക്കളാണ് നമ്മൾ വർഗീയവാദികളാകുന്നത്. നമുക്ക് മതവിശ്വാസമൊക്കെ കാണും, പക്ഷേ നമ്മൾ വർഗീയ ഭ്രാന്തന്മാരാകരുത്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു ജനത വളരണമെങ്കിൽ, പുരോഗതി കൈവരിക്കണമെങ്കിൽ നമ്മുടെ യൂണിറ്റിയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒറ്റക്കെട്ടാണ്. ലോകത്തൊറ്റക്കെട്ടായി നിൽക്കുന്ന ജനസമൂഹമേ വളർന്നിട്ടുള്ളൂ. ഭിന്നിപ്പിന്റെ സ്വരമുയർത്തുന്ന ഒരു രാജ്യവും വികസിച്ചിട്ടില്ല. അവിടെ എല്ലാം എപ്പോഴും ഭിന്നിപ്പും പരസ്പരം തമ്മിത്തല്ലുമായിരിക്കും. കേരളം വികസിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു, വ്യത്യസ്ത ധാരകളുണ്ട്, ചിന്തകളുണ്ട്, ആശയങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. എല്ലാം ഉള്ളപ്പോഴും കേരളം വികസിക്കുന്നതും കേരളം 10 വർഷം കൊണ്ട് ഈ നിലയിൽ വളർന്നതിന്റെ ഒറ്റ കാരണം കേരളീയർ, മലയാളികൾ ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള ഉയർന്ന ബോധം കൊണ്ടാണെന്നുള്ള ധാരണ നമുക്ക് വേണം. ആ ബോധം ശക്തിപ്പെടുത്തണം. അതിനിടയിൽ വരുന്ന ഒരു ശക്തിക്കും ഈ നാട് തീരെഴുതാൻ പാടില്ല. അത് നമ്മുടെ ജീവന്റെയും നിലനിൽപ്പിന്റെയും ആവശ്യമായിട്ട് കാണണം. അതിലൊന്നാം സ്ഥാനത്തേക്ക് വട്ടിയൂർക്കാവ് ഉയരട്ടെ പ്രശാന്തലൂടെ എന്ന് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.